أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടതായി ദാസന്മാരായി തീരുക പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ചെന്ന് ഈ ഒരു പവിത്രമായിട്ടുള്ള റമളാൻ തിങ്കളിൽ ഞാൻ നിങ്ങളൊട്ടിಗೆ ಸ್ವಂತ ನಫ್ಸರ ಮರಕ್ಕಂಟು ಓರೋರ್ತರೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ ಉಪದೇಶ ಆಕಿ ಉಂಟುಳ್ಳೆ ಅಲ್ಲಾಹು സുബ്ഹാനഹു തആല ഈ ഒരു വസിയത്തിനെ ഞങ്ങളുടെ ജീവനത്തിൽ പാലിക്കും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോടുകൂടി മരിക്കും നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസുലു ഇതുപോലെ ഒട്ടിಗೆ ಸೇರವುಳ್ಳ മഹാ സൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമുള്ളതായി പരിശുദ്ധ റമളാൻ തിങ്ങൾക്ക് കടക്കുകയുള്ളതായ ഒരു അവസരം റബ്ബ് സുബ്ഹാനഹു തആല ഒരു വിശ്വാസിക്ക് കൊടുക്കുന്നത് ചെല്ലത് ഞങ്ങളുടെ ജീവനത്തിൽ കിട്ടുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹമായി തീക്കുക. പരിശുദ്ധ റമളാൻ തിങ്ങൾക്ക് പ്രവേശിക്കുകയും അമലുസ്വാലിഹാത്താക്കുകയുള്ളതായ ഒരു സന്ദർഭ, ഒരു അവസര, ഒരു ആയുസ് റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തണ്ടത് ചെല്ലത്, ഞങ്ങൾക്ക് നൽകിയാന്ന് ചെല്ലത്, അത് ഞങ്ങളുടെ ജീവനത്തിൽ കിട്ടിയതായി
ഏറ്റവും വലിയ ഖൈറായിട്ടുള്ള ഒരു അനുഗ്രഹമായി തിക്ർ ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപാട്ടിത്തണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ ഖൈറുന്നാസി, ജനങ്ങളെ കൂട്ടത്തിൽ ഖൈറായിട്ടുള്ളവനു ആറ്, ഏറ്റവും ഖൈറായ മനുഷ്യ ആറ് ചെന്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപാട്ടിത്തണ്ട്. മൻ ത്വാല ഉമുറുഹു വഹസുന അമലുഹു, ആർക്ക് ദീർഘായുസ് കിട്ടു, ആ ദീർഘായുസ് കൊണ്ടിട്ട് അവന് ഏറ്റവും നല്ല അമലു സാലിഹാത്താക്കിയ ആ മനുഷ്യായി തിക്റ്, ആ ആലായി തിക്റ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യ ചെന്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപാട്ടിത്തണ്ട്. ഏറ്റവും നല്ല പുണ്യമായിട്ടുള്ള പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് അറിയപ്പെടുന്നതായി റമളാൻ തിങ്ങൾക്ക് കടക്കുകയും ഇബാദത്തെടുക്കുകയും ദാനധർമാക്കുകയും ഖുർആൻ പാരായണാക്കുകയും എല്ലാം ഒരു അവസരം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അതിനെ കാണണം. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളൊട്ടിಗೆ പ്രത്യേകമായ മുഹബ്ബത്ത് കൊണ്ടായി തിക്റ്, പിർസ കൊണ്ടായി തിക്റ് നക്കൊരു ഒരു കുറഞ്ഞ അവസര ഈ റമളാനിക്ക് കടക്കുള്ളതായ സൗഭാഗ്യ തന്നത് ചെന്തനക മനസ്സിലാക്കണം. എത്രയോ ആൾമാര് റമളാന്റെ തൊട്ട് മുന്നൽ സമയത്ത് മൗത്തായി പോയ, മരണപ്പെട്ടു പോയതായ എത്രയെത്ര സഹോദരന്മാരുണ്ടാവും. ഈ ഒരു സൗഭാഗ്യത്തിന് പ്രവേശിക്കുക അങ്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. എത്ര ആൾമാര് കഴിഞ്ഞ് രോഗം കൊണ്ടുത്തു ആയിരക്കണക്കിന് ആൾമാര് മരണപ്പെട്ടു പോകുമ്പോഴത്തേക്കു റബ്ബ് സുബ്ഹാനഹു തആല നക്ക് ആയുസ് തന്നത് ഞങ്ങളൊട്ടിക്കുള്ള പിർസപ്പാട് കൊണ്ടായി തിക്റ് ഒരു ചാൻസ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തന്നാണ്. എന്തേ ഓണു ആക്കുക ഈ റമളാന് കൊടുത്തിട്ട് ഓണു എന്തേ ഓണു ഇബാദത്താക്കുകയാണ്, നേരായ മാർഗത്തിൽ അവന് പ്രവർത്തിക്കുകയാണ്, ഇബാദത്ത് യാറാക്കുകയാണ്. ചിലരെ ഒരു ടെസ്റ്റ്, ഒരു ചാൻസ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തന്നത് അത് നിങ്ങൾ ഒർക്കത്തുക്കും വിസ്മരിക്കുക തീരാ. ഏറ്റവും വലിയ ഖൈറായിട്ടുള്ള ഒന്നായി തിക്റ് ഞങ്ങളെ ആയുസ് ചെല്ലത്. സ്വഹാബത്തുടെ കാലഘട്ടത്തിൽ മഹാനായ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. ഇണ്ടത്തെ മനുഷ്യന്മാർ സമ്പത്തും അതുപോലെ ബംഗാറും വെള്ളിയും ഏതുപോലെ ആശ കാട്ടുറാറ്, കൊതിക്കുറാറ്, ആഗ്രഹിക്കുറാറ്. സ്വഹാബത്തിനാണ് സ്വഹാബത്തിനാണ് കണ്ടേ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് ചെല്ലുന്നാണ് സ്വഹാബത്തിനെ കണ്ടേ അങ്ങനെ അധിക ആളുമാറും യാരത്തെ ആളുമാറും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് സമയത്തെ ആയി തിക്റ്, ടൈമറായി തിക്റ്. ഏതുപോലെ ഞങ്ങ സമ്പത്തറെ ഇഷ്ടപ്പെടുന്നത് പോലെ സമ്പത്തറെ, ബംഗാറെ, വെള്ളിരെ, ഡയമണ്ടറെ ഏതുപോലെ ഇഷ്ടപ്പെടുക അതുപോലെ സ്വഹാബത്ത് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ടൈമായി തിക്റ്, അങ്ങ് കിട്ടുന്നതായ സമയമായി തിക്റ് അങ്ങ ഏറ്റവും ഖൈറായിട്ട് കണ്ടോണ്ടിരുന്നത്. ചില സ്വഹാബത്ത് അങ്ങനെ ജീവനത്തിൽ അങ്ങ് ചെന്നോണ്ടിരുന്നാറ് ഒരു നാളുക കിട്ടിത്ത് അള്ളാഹുടെ മാർഗത്തിൽ ഒരു ദിവസ ചെയ്ക്കുക കിട്ടിത്ത് അണ്ടത്തെ നാല് ഇബാദത്താക്കാമാറ് അള്ളാഹുരെ ദിക്റാക്കാമാറ് ഒരു നാല് കടന്നു പോണ്ടത് അത് എൻ്റെ ജീവനത്തിൽ ഏറ്റവും വലിയ ദുഃഖമായിട്ട് ഞാൻ കണ്ടേ. അതായത് തിക്റ് സ്വഹാബത്തിന്റെ ജീവന അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു ആയുസ് തന്ന അത് ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു കർമ്മമായി തിക്റ്, ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു അനുഗ്രഹമായി തിക്റ്. ഓടുത്തോലോ ചെന്നിട്ടായെങ്കിലോ യുദ്ധത്തില് ഷഹീദാവുന്നതിനെ കാട്ടി, യുദ്ധത്തില് മരണപ്പെടുന്നതിനെ കാട്ടി, ഷഹീദാവുന്നതിനെ കാട്ടി ഒരു വർഷത്തെ റമളാൻ നമുക്ക് കിട്ടുന്നത് ആകാശ ഭൂമിരത്ര ഫറക്കുണ്ട് ചെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്തണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ രണ്ട് ആള് ഇസ്ലാം സ്വീകരിക്കറ്. ഒരാൾ നല്ല യോദ്ധാവായി തിക്റ്, നല്ല ഫൈറ്ററായി തിക്റ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിക്ക് പറഞ്ഞയക്കറ്, കടുക്കറ്.
യുദ്ധത്തിൽ പോകുചെല്ല് അയാൾ യുദ്ധത്തിൽ പോണ്ട് ഷഹീദാവൂ. വേറെ ഒരു സഹോദര ഇക്കറാണ്, അയാള് ഔത്തുൽ വെച്ചിട്ട് സാധാരണ ഒരു വർഷം കഴിഞ്ഞിട്ട് അയാൾ മരണപ്പെടര്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ചെല്ല് നക്ക് കിനാവ് കണ്ടെത്തു. എന്തായി തിക്കറ് കിനാവ് കണ്ട്? നാണ് സ്വർഗത്തിലെ ഡോർ അവിടെ നിന്നോണ്ടുള്ളേ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഒരു മലക്ക് ബന്ത് ഞങ്ങ മൂന്നാലും നിന്നോണ്ടുള്ള ആ രണ്ട് സഹോദരന്മാരും നാണും നിന്നോണ്ടുള്ളേ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഒരു മലക്ക് ബന്ത് ആദ്യമായിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ വിളിക്കുന്നത്, ഇൻവൈറ്റ് ആക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ടതായ സഹോദരരായി തീക്കറ്. ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ടതായ ഒരു സഹോദരരെ വിളിക്കരുത്. അപ്പൊ ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യമായി പോയിട്ട് യുദ്ധത്തിൽ ഷഹീദായ ആ ഷഹീദുകളിലെ ഏറ്റവും നല്ല സ്ഥാനമാണ് കിട്ടാനായത്. അയാളല്ലേ ഒന്നാമതായിട്ട് സ്വർഗത്തിൽ ബന്ധുള്ള ആ മലക്ക് ഇൻവൈറ്റ് ആക്കാനായത്, വിളിക്കാനായത് ചെന്ന് നക്ക് ഭയങ്കരമായ ആശ്ചര്യമായി പോയിട്ട്. രണ്ടാമതായിട്ട് അയാൾ ഉൽക പോയിട്ട് മലക്ക് ബണ്ട് ഡോറിനോട് വിളിക്കര്. രണ്ടാമതായിട്ട് ഷഹീദായ മനുഷ്യരെ വിളിക്കര്. അങ്ങനെ ഷഹീദായ ആളും പോണ്ടു. മൂന്നാമതായിട്ട് അയാൾ പണ്ട് തുൽഹ റളിയല്ലാഹു അൻഹു ചെല്ലതിക്ക് ബറകുല്ലേ സമയമായിട്ടില്ല ഇപ്പ അല്ലെ. ഇത് മനസ്സിലാക്കിയപ്പ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട പോയിട്ട് സ്വഹാബത്തിലൊട്ട പോയിട്ട് ഈ വിഷയല്ല ചെന്നപ്പ സ്വഹാബത്തുകളിലെ ഭയങ്കര അത്ഭുതമായി പോയിട്ട്. കാരണം യുദ്ധത്തിൽ ഷഹീദായെങ്കിൽ നല്ല ഉന്നതമായിട്ടുള്ള സ്ഥാനമാനമുണ്ട്, അതിൽ സംശയമേ ഇല്ല. ആയെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് മരണപ്പെട്ടതായ, സാധാരണ നിലക്ക് മരണപ്പെട്ടതായ ആ വ്യക്തിക്ക് ഇത്രയും സ്ഥാനമാന കിട്ടകുള്ള കാരണം എന്തേ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ കേട്ടപ്പ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി അലൈസ ഖദ് സാമ ബഅദഹു റമളാൻ. അയാൾക്ക് ഒരു വർഷം കലിമത്തുക അയാൾക്ക് അയാളെ ജീവിതത്തിൽ ഒരു റമളാൻ കടന്നു വന്നിട്ടുണ്ടോ? ഒരു റമളാൻ അയാളെ ലൈഫിൽ കടന്നുപോയി. അതുപോലെ ഒരു വർഷം ചമ്മ അയാൾ ഇബാദത്താക്കിയ നിസ്കാര, ആയിരക്കണക്കിന് നിസ്കാര അയാളെ ജീവിതത്തിൽ ഉണ്ടായിരു. ഒരുപാട് ഖുർആൻ പാരായണവും അതുപോലെ സത്കർമാക്കുള്ളതായ അവസര ഒരു വർഷം കൊണ്ടു അയാൾക്ക് ഉണ്ടായിരു. അതുകൊണ്ടായി തിക്കറ് അയാൾക്ക് ഇത്രയും സ്ഥാനമാനം ഉണ്ടായത്. ആകാശ ഭൂമിയെ ഫറക്കായി തിക്കറ് അത്രയും വ്യത്യാസമുണ്ടു. ആ ഒരു സൗഭാഗ്യത്തുകായി തിക്കറ് ഞങ്ങൾ കടന്നുത്തുള്ളേ. ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ളേ റമളാനുകായി തിക്കറ് ഞങ്ങൾ കടന്നുത്തുള്ളേ. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലി വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങ അല്ലാഹുരെ ആ മഗ്ഫിറത്തുക നിങ്ങ ഓടി വരൂ, ധൃതി കാണിക്കൂ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശ ഭൂമിയോളം വിശാലമായിട്ടുള്ളതായ ആ സ്വർഗത്തിക്ക് നിങ്ങൾ കടന്നു വരൂ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസിരെ ഉണർത്തറ്. അതുകൊള്ള ഒരു സന്ദർഭമായി തിക്കറ് അല്ലാഹു അടുക്കുള്ളതായ, അല്ലാഹു യാര മുട്ടാവുള്ളതായ ഒരു അവസരമായി തിക്കറ് പരിശുദ്ധ റമളാൻ തിങ്കള്. ആ റമളാൻ തിങ്കൾ കടക്കുമ്പോത്തുകു ഒരു വിശ്വാസി എന്തെല്ല ആക്കിബേനോ അവന്റെ ലൈഫിൽ കിട്ടതായ അവസാനത്തെ ഒരു ചാൻസ് ആയി തിക്കറ്. കഴിഞ്ഞ ഖുതുബത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇനി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടു ഇല്ല. ഏതെല്ലാം ആപത്തു മുസീബത്ത് ബണ്ട് ചെന്ന് നിങ്ങൾക്ക് ചെല്ലകു സാധ്യമല്ല. കഴിഞ്ഞ 2 വർഷക്കാലം നിങ്ങൾ മനസ്സിലാക്കിയതായി തിക്കറോ പള്ളിയെല്ലാം ഉണ്ടാവും, പക്ഷേ ഇബാദത്താക്കുക നമുക്കൊരു അവസരം കിട്ടുകൊണ്ട് ചെല്ലകു സാധ്യമല്ല. അങ്ങനത്തെ കാലഘട്ടമായി തിക്കറി നമുക്ക് വറകു പോണ്ടത്. അതുകൊണ്ടൊത്തു കിട്ടിയതായ ഈ ഒരു സന്ദർഭ അത് അള്ളാഹുക്ക് വേനായിട്ട് ചെലവാക്കണു, റബ്ബുക്ക് വേനായിട്ട് മാറ്റിവെക്കണു. റമളാന്റെ വിഷയത്തിൽ എനിക്ക് യാര ഇഷ്ടാവുന്നു. സ്വഹാബത്തുക്ക് അങ്ങനെ ആയിട്ട് റമളാൻ പറയുമ്പോഴത്തേക്കു അഷദ്ദുൽ ഫറഹ് ഏറ്റവും കൊസിയായി തിക്കറ്. കാരണം അങ്ങ് എത്രമാ തിങ്ങൾ കാത്തോണ്ടിന്നാറ് ഈ ഒരു റമളാൻ പറയും.
എത്രമാ തിങ്കളോ അള്ളാഹുറൊട്ടിಗೆ പ്രാർത്ഥിച്ചോണ്ടിരുന്ന റബ്ബേ അള്ളാഹുവേ ഈ റമളാനിಗೆ തന്റെ എത്തുപാട്ട് റബ്ബേ അങ്ങനത്തെ റമളാന് മുട്ട ಬರ್ಬೊತ್ತುಗ ಅಂಕ್ വല്ലാത്തവർ സന്തോഷ ആയിട്ടുണ്ട് അതുകൊണ്ട് നങ്കും കൊസിയാവുന്ന റമളാൻ ಬರ್ಬೊತ್ತುಗು എങ്ങനെ ആയിത്തിക്കರು കൊസിയാവുറെ ഒരു വിഷയത്തിൽ പഠിക്കുമ്പോഴായിത്തിക്കർ ഞങ്ങൾക്ക് അതിരൊಟ್ಟಿಗೆ ഇഷ്ട തോന്നുറെ ഏതൊരു വിഷയം അങ്ങനെ ആയിത്തിക്കറോ ഒരു വസ്തുവൊട്ടിಗೆ ഞങ്ങൾക്ക് ഇഷ്ട തോന്നണുണ്ടായെങ്കിൽ ഒരു വസ്തുവൊട്ടിಗೆ ഒരു സ്ഥാനത്തൊട്ടിಗೆ ഒരു ജാഗ്യരൊട്ടിಗೆ ഏതെങ്കിലും നമുക്ക് തരത്തിലുള്ള ഇഷ്ടം തോന്നണുണ്ടായെങ്കിൽ ആ ജാഗ്യര വിഷയത്തിൽ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു ജ്ഞാന വേണോ ഒരു വിജ്ഞാന വേണോ നമുക്ക് നോളജ് വേണോ അങ്ങനെയെങ്കിൽ മാത്രമേ അതിരൊಟ್ಟಿಗೆ ഇഷ്ടം തോന്നുറേ ഒരു മൊബൈൽ എടുക്കുമ്പോഴത്തേക്കു ഒരു മൊബൈലൊട്ടിಗೆ ഞങ്ങൾക്ക് ഇഷ്ട തോന്നുന്നുണ്ടായെങ്കിൽ ഒരു കാറിനൊട്ടിಗೆ ഞങ്ങൾക്ക് ഇഷ്ട തോന്നുന്നുണ്ടായെങ്കിൽ ഒരു ಲ್ಯಾಪ್ಟಾಪ್ನೊಟ್ಟಿಗೆ ഞങ്ങൾക്ക് ഇഷ്ട തോന്നുന്നുണ്ടായെങ്കിൽ ಅದರ ഗുണനിലവാര ಅದರ പ്രൊഡക്ടറെ ആ ക്വാളിറ്റി അതുപോലെ എന്തെല്ലാം ഉപയോഗമുണ്ട് ചെന്ന് മനസ്സിലാക്കുമ്പോത്തുക ആയിത്തിക്കರು ഒരു കാറ് ಬಿಡುಮೊತ್ತುಗು ಆ ಕಾರು ഒരു പുതിയ കാറ് ಬರ್ಮೊತ್ತುಗು ആ കാറിൽ എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഏതെല്ല രൂപത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യ ಅವರು എങ്ങനെല്ല ഉപയോഗാക്കാം എത്ര മൈലേജ് ഉണ്ട് എല്ലാം നോക്കുമ്പോത്തുക ആയിത്തിക്കರು ആ കാറിനൊಟ್ಟಿಗೆ ആ മൊബൈലൊಟ್ಟಿಗೆ ഞങ്ങൾക്ക് പിർസപ്പാടുണ്ടാവൂരേ അല്ലെങ്കിൽ പിർസപ്പാടിക്കല അതേപോലെ റമളാന്റെ ഒട്ടിಗೆ ഞങ്ങൾക്ക് പിർസ പറഞ്ഞുണ്ടായെങ്കിൽ റമളാൻ ಎಂದ್ರೆ ಚಂತ മനസ്സിലാക്കി ತಿಕ್ಕೋನು റമളാൻ കിട്ടതായ പ്രതിഫല ಎಂದ್ರೆ ಚಂತ മനസ്സിലാക്കണു അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പുകാരಗೆ റെഡിയാക്കി വെച്ചിട്ടുള്ളതായ എന്തെല്ലാം പ്രതിഫല ഉണ്ട് ചെന്ന് മനസ്സിലാക്കുമ്പോത്തുക ആയിത്തിക്കರು റമളാന്റെ ഒട്ടിಗೆ പിർസ തോന്നുറേ സ്വഹാബത്ത് അങ്ങനെ ആയിത്തിക്കറ് ഞങ്ങൾക്ക് പിർസ തോന്നിയേ സ്വഹാബത്തുക്ക് യാറ് മൊഹബത്ത് തോന്നിയത് റമളാന്റെ ഇബാദത്ത് മനസ്സിലാക്കിയത് കൊണ്ടായിത്തിക്കറ് അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടായിത്തിക്കറ് എന്തായിത്തിക്കറ് റമളാനെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് അത് മനസ്സിലാക്കി തിക്കണം ഒരു തെല്ലെങ്കിലും നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ റമളാന്റെ ഒട്ടിಗೆ പിർസപ്പാടുണ്ടാവൂ അല്ലെങ്കിൽ സാധാരണ തിങ്കൾ പോലെ ഒരു മാറ്റവുമില്ല നോമ്പ് പട്ടിണി തെക്കുന്നത് കൊണ്ട് മാത്രമായി തിക്കറ് നോമ്പായി പോണ്ടേ അല്ലേ അതായി തിക്കറ് ബാക്കി നാളും റമളാനിലെ വ്യത്യാസ അങ്ങനെ ആവും തീര റമളാനിലെ പുണ്യ എന്തുണ്ട് ചെന്ന് മനസ്സിലാക്കി തിക്കോണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടി തണ്ട് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ ബിൻ ദംബി അല്ലേ ആരെങ്കിലും റമളാനിലെ നോമ്പ് അള്ളാഹുടെ ഇഷ്ടമനുസരിച്ച് പ്രതിഫല ആഗ്രഹിച്ചിട്ട് കൂലി കിട്ടണോ ചെന്നോ ആ നീയത്തില് സാധാരണ എല്ലാരും നോമ്പ് പിടിക്കാറ് നാൻ നോമ്പ് പിടിക്കാറ ചെന്നെങ്കിൽ അധിക വലിയ കൂലി എന്തുമില്ല അത് പ്രതിഫല കിട്ടണോ ചെന്ന് ഓരോരുത്തരും മനസ്സിൽ നീയത്താക്കുന്നു നാനെന്റെ നോമ്പ് പിടിച്ചിരുന്നത് അള്ളാഹുലിന്തുള്ള കൂലി കിട്ടണോ ചിലരെ ആഗ്രഹത്തിലായിത്തിക്കണോ അങ്ങനെ ഈമാനൻ വഹ്തിസാബൻ പ്രതിഫല ആഗ്രഹിച്ചിട്ട് നോമ്പെടുത്തുണ്ടായെങ്കിൽ അവൻ ആക്കിപ്പോയതായി എല്ലാ ദോഷത്തെല്ലാം മാഫാക്കി തണ്ട അത് മനസ്സിലാക്കി വെക്കുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നാൾ നോമ്പ് പിടിച്ചിട്ടുണ്ടായെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് പിടിച്ചിട്ടുണ്ടായെങ്കിൽ നരകത്തിൽ നിന്ന് 70 വർഷ ദൂര എത്ര സഞ്ചരിച്ചെങ്കിൽ എത്ര ദൂര ഇക്കറ് അത്രയും ദൂര നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ദൂരാക്കറാണ് ഒരു നാളത്തെ നോമ്പ് കൊണ്ടുത്തു ഇത്രയും ദൂരാക്കറാണ് ഒരു തിങ്കള് നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ 2100 വർഷ നരകത്തിൽ നിന്ന് ദൂരായിട്ട് പോണ്ടാണ് അത് മനസ്സിലാക്കുമ്പോഴത്തേക്കായി തിക്കറ് ഞങ്ങൾക്ക് റമളാന്റെ ഒട്ടിಗೆ പിർസപ്പാടുണ്ടാവൂരേ അങ്ങനെ ഒരുപാട് പ്രതിഫലമുള്ളതായ റമളാൻ തിങ്കൾ എന്നെങ്കിലും കണക്കാക്കുക സാധ്യമല്ല അത്രയും പ്രതിഫലമുണ്ട് ಅದರ നിസ്കാരത്ര വിഷയത്തിലും അതുപോലെ ദാനധർമ്മത്ര വിഷയത്തിലും ഈതികാഫർ വിഷയത്തിലും ലൈലത്തുൽ ഖദ്ർ വിഷയത്തിലും എല്ലാം മനസ്സിലാക്കുമ്പോൾ ഇത്രയും പ്രതിഫലമുള്ളതായ ഒരു തിങ്കളായി തിക്കറ് ചെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കു ആ റമളാന്റെ ഒട്ടിಗೆ ഞങ്ങൾക്ക് പിർസപ്പാടുണ്ടാവും അല്ലെങ്കിൽ ಅದರ ಬೆಲೆ മനസ്സിലാക്കാലേ അല്ലേ
മുന്നാൽ നിങ്ങൾ ഒരു സ്റ്റോറി കേട്ട് തിക്കുവാറ്, ഒരു കർഷകന്റെ ഒരു കൃഷിക്കാരന്റെ സ്റ്റോറി. ബലരെ മനസ്സിലാക്കാത്ത, ടൈമുറ മനസ്സിലാക്കാത്ത ഒരു കൃഷിക്കാരന്റെ സ്റ്റോറി. അത് ഈ സന്ദർഭത്തിൽ ചെല്ലത് നല്ലായി തിക്കുച്ചെന്ന് നാ വിചാരിച്ചത് കൊണ്ടുത്തു ഞാൻ ചെല്ലറെ. അതുപോലെ സത്യവിശ്വാസിമാർ ആവുകത്തീറ. റമദാന്റെ ടൈം അത് ബലപ്പെട്ടതായി തിക്കറ്. എന്തായി തിക്കറ? കർഷക, ആ കൃഷിക്കാര ഒരു നാള് തൻ്റെ തോട്ടത്തിൽ വയലില് കൃഷിയാക്കി ഉണ്ടിക്കുമ്പോഴത്തേക്കും മണ്ണ് വെക്കി ഉണ്ടിക്കുമ്പോഴത്തേക്കും അയാൾക്കൊരു പെട്ടി കെട്ടറ്. അങ്ങനെ ആ പെട്ടി കെട്ടിയപ്പ അയാളെടുത്ത് നോക്കൊരു യന്ത്രമാ ഒരു പെട്ടി കെട്ടിയേ. ഒരു ട്രാക്ടറിൽ ഇങ്ങനെ മണ്ണെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കു ഒരു പെട്ടി കെട്ടിത്തല്ലേ, ആ പെട്ടി അങ്ങ് ഊടാറ് ഈ വയലിൽ വെച്ചിട്ട് ഈ തോട്ടത്തിൽ ഈ ഒരു പെട്ടിക്കൊമന്ത് വെച്ചിരെ ചെന്ന് അയാള് ആ പെട്ടിരെ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് അതില് ചമ്മ പെട്ടി ഫുള്ള് കറുത്ത ചെറിയ കല്ലുണ്ടു. ചെറിയ കറുത്ത കല്ലുണ്ടു. അയാൾ വിചാരിക്കുന്നത്, നോളേജ് ഇല്ലാത്ത ആ മനുഷ്യ കൃഷിക്കാര വിചാരിക്കുന്നത്, ഇതാറ് ഭാവ ഇതിരുൾഗ ഒരു ഈ പെട്ടിയിൽ കറുത്ത കല്ലിട്ട് വെച്ചിരെ, അങ്കെന്തും തലക്ക് സുഖമില്ലേ, എനിക്ക് ഈ ഒരു കറുത്ത കല്ല് ഈ പെട്ടിയിലിട്ടിട്ട് വെക്കുവാറാ ചെന്ന് അയാൾ വിചാരിച്ചിട്ട് ആലോചനാക്കറ്, ഈ കല്ലിനക്ക് എന്തുకు ഉപയോഗപ്പെടും. അങ്ങനെ അയാള് ആലോചിച്ചിട്ട് അയാൾക്ക് മനസ്സിലായിത്ത്, നക്ക് കൃഷി എടുക്കുന്ന സന്ദർഭത്തിൽ വയലിൽ പക്ഷി ബറു, പറവ ബറു, പാരിവാല ബണ്ട്, തിന്നകു ബണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ ഈ കല്ല് എന്താക്ക ഓരോരോ പിടിയെടുത്തിട്ട് എറിയാ ചെന്തങ്ങനെ വിചാരിക്കറ്. അങ്ങനെ ഔത്തുകെടുത്തോണ്ട് പോണു. അങ്ങനെ 2-3 തിങ്കൾ കഴിഞ്ഞപ്പ കൃഷി എടുക്കുന്നതായ സന്ദർഭത്തിൽ അയാള് ആ പെട്ടിക്കൊമ്പണ്ട് സുബൈക വന്ന് വയലിലൂടെ വെക്കറ്, പാടത്തിൽ വെക്കറ്, തോട്ടത്തോടെ വെക്കറ് വെച്ചിട്ട് പക്ഷി ബർമ്മത്തുകിനെ ഓരോ പിടിയും എറിഞ്ഞുകൊണ്ടിക്കറ്. സുബൈക്ക് ബണ്ട് പക്കി ബർമ്മത്തുക്ക് എറിയറും, അതുപോലെ അസർക്കും പോയി തൗത്ത് വെക്കറ്. അങ്ങനെ ഇതേ നാല് ഡെയിലി ഇതേ പണിയായി തിക്കറ്. പെട്ടിക്കൊമ്പണ്ട് എടുക്കറ്, എറിയറ്, അങ്ങനെ ഔത്തുക്കും പോയി വെക്കറ്. അവസാന ലാസ്റ്റ് കല്ലെല്ലാം പിടിയെല്ലാം തീർന്നിട്ട് ഒന്നു ചണ്ടിങ്ങനെ കല്ലിക്കറ്. ആ കല്ല് അയാൾ പിന്നെ ഓരോ കല്ല് എറിയൊക്കെ സ്റ്റാർട്ട് ആവും. പിടിയെല്ലാം പോയിട്ട് എല്ലാം കാലിയായിട്ട് എറിഞ്ഞിട്ട് അവിടുത്തുള്ള പാടത്തുള്ള തോട്ടത്തുള്ള തണ്ണിയിലും ചേറിലും എല്ലാം പോയിത്തായി കുറേ കല്ലുണ്ടു. ആ കല്ലിങ്ങനെ ഒന്നൊന്ന് എറിയൊക്കെ സ്റ്റാർട്ടായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കു അതിൽ നിന്ന് പാടത്തിര സൈഡില് തോട്ടത്തെ സൈഡിൽ വന്നോണ്ടല്ലോ ഒരു മനുഷ്യ അവിടെ കാലറ മുട്ട പൂട്ടു. ആ കല്ല് ആ മനുഷ്യാറ് ചെന്നിട്ടെങ്കില് അയാള് ഡയമണ്ട് പണിക്കാരനായി തിക്കറ്, അല്ലെങ്കിൽ ഗോൾഡ് കച്ചവടക്കാരാ. അയാളെ കാലിലൂടെ ബോൾറു. അയാള് കല്ല് നോക്കിയപ്പ ഇത് ഡയമണ്ട് ആയി തിക്കറല്ലേ ചെന്ന് അയാൾ നോക്കൂ. അയാള് കല്ലെറിഞ്ഞതായി ആ കൃഷിക്കാരന്റെ മുട്ട പോണ്ടു. അവിടെ മുട്ട പോയിട്ട് കേക്കറോ, ഈ കല്ലിനക്ക് ഒരു കല്ല് നക്ക് 1000 ദീനാർക്ക് നീ തറുവേ കേക്കറ. 1000 ദീനാർ തന്റെ ഒരു കല്ലുണ്ട്, ഒരു ചെറിയ കല്ല. അയാള് തമാശക്ക് ചെല്ലന തണ്ടില്ല ഇത്. അപ്പൊ ഒരു ഈ ചെറിയ കല്ല് നീന് 5000 ദീനാർ തണ്ടേ കേക്കറ്. അയാൾ ചെല്ലറ്, നിങ്ങക്കെന്ത് പിരാന്നുണ്ടാ? 5000 ദീനാർക്ക് ഈ ഒരു ഉപയോഗമില്ലാത്ത ഒരു കറുത്ത കല്ലുക്ക് ഇത്ര വില ചെല്ലറ, നിക്കെന്ത്ര പിരാന്നുണ്ടാ നിക്ക ചന്ത്. ആ കൃഷിക്കാര അയാളൊട്ടിಗೆ കേക്കറ്. അപ്പൊ ആ മനുഷ്യ ചെല്ലറ്, ഇത് സാധാരണ കല്ലല്ല, ഇത് ഡയമണ്ട് ആയി തിക്കറ്, വജ്രമായി തിക്കറ് ഇത്. അതുകൊണ്ട് ഇതിനെ കാട്ടി മൂല്യമുണ്ട്, വിലയുണ്ട്. അപ്പലായി തിക്കറ്. ആ കൃഷിക്കാരക്ക് ഗൊന്താവൂരെ, ഞാൻ ഇത്രത്തോലോ എറിഞ്ഞുള്ളത് നന്റെ കല്ല്, അത് ഇത്രയും വില പിടിപ്പുള്ളത് നിനക്ക് ഗൊന്തായില്ലല്ലേ ചെന്തവನು ഖേദിച്ചു പോയ. എറിഞ്ഞതല്ല എറിഞ്ഞിട്ട് എന്ത് ഇനി എടുക്കുക സാധ്യല്ല. ചേറിൽ മുങ്ങിപ്പോയിര്, തണ്ണിൽ മുങ്ങിപ്പോയിര്. പോയി തപ്പി നോക്കിയപ്പോ അയാൾക്ക് കിട്ടകൂ സാധ്യ ഇല്ല. അപ്പൊ അവിടെ ഈ വിഷയച്ചെല്ലക്ക് ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നതായ ഈ ഒരു റമളാൻ, ಅದರ സമയ ഈ ഡയമണ്ടറെ കാട്ടി മുത്തുറെ കാട്ടി വില പിടിപ്പുള്ളതായി തിക്കറ്. അത് ഞങ്ങൾ ഒർക്കത്തുകും വേസ്റ്റ് ആക്കുക തീര. കൃഷിക്കാര എറിഞ്ഞിട്ട് വേസ്റ്റ് ആക്കിയതുപോലെ റമളാന്റെ ഓരോ നിമിഷവും ഇതിനെ കാട്ടി വിലയുണ്ടു, അല്ലെ, ഇതിനെ കാട്ടി മൂല്യമുണ്ടു. സുബൈത്തെ 2 റക്അത്ത്
ഫജ്ർ നിസ്കാരത്തെ മുന്നലുള്ളതായ 2 റക്അത്ത് നിസ്കാരത്തിക്ക് എത്ര മൂല്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുവരെ കാണ്ടി ഖൈറായി തിക്റ് 2 റക്അത്ത് നിസ്കാര ചന്തല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിബാട്ടി തന്റെ ಅದು ರಮಲಾನ್ ಲಾಮೊತ್ತುಗು എത്ര പ്രതിഫലവും ഇക്കു ചന്ത ചെല്ലകു സാധ്യല്ല ഒരു ആയത്തുക്ക് പോലും വിലയുണ്ട് മൂല്യമുണ്ട് അല്ലേ അല്ലാഹുറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വർക്ക അസ്ഹാബു സുഫറൊಟ್ಟಿಗೆ അഹ്ലു സുഫ ചെന്നെങ്കിൽ മദീനത്തുള്ള പാവപ്പെട്ടതായ ആൾമാര് സ്വഹാബത്ത് താമസിക്കുന്നതായ ഒരു ടെന്റ് ആയി തിക്കറ് മുഹാജിറായിട്ട് വന്നതായ ദരിദ്രരായിട്ടുള്ളേ തിന്നകു ഗതിയില്ലാത്ത ഒരു നേര ഭക്ഷണക്ക് ഒരു നേരകു തിന്നകു വകുപ്പില്ലാത്ത ആ സ്വഹാബത്ത് ഉടുക്കകു സമയത്ത് ഡ്രസ്സ് ഇല്ല അത്രയും കടു ബടവായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള അസ്ഹാബു സുഫ അഹ്ലു സുഫറെ ആൾമാർ അങ്ങനൊട്ടിಗೆ അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേക്കറ് അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ നിങ്ങളെ കൂട്ടത്തില് ബുത്ഹാനുക്ക് പോയിട്ട് അല്ലെങ്കിൽ അഖീഖുക്ക് പോയിട്ട് 2 ಒಂಟೆಕೊಂಬರ್ನು ಬಿನಾಕತೈನಿ ಕೌಮಾವೈನಿ 2 ಒಂಟೆಕೊಂಬರ್ನು ആ ಒಂಟ ചെന്നെങ്കിൽ സാധാരണ ಒಂಟ എന്തുമല്ല ആ അറേബ്യൻ കൺട്രിയില് ഏറ്റവും വിലയുള്ളതായ ലക്ഷക്കണക്കില് മില്യൺ കണക്കിന് വിലയുള്ളതായ അപ്പൊ വളരെ പരിമിതമായിട്ടുള്ള പണക്കാര കയ്യിലുള്ളതായ ഇണ്ടത്തെ പ്രത്യേകമായിട്ട് ചില ആൾമാരെ കയ്യിലുള്ള കാറ് പോലെ അത്രയും വിലയുള്ളതായ ആ 2 ಒಂಟರ നിങ്ങൾ കൊമ്പർന്നു അത് കൊമ്പറകു നിങ്ങൾ ഇഷ്ടപ്പെടുറാറാ ആ ആരൊട്ടി കേക്കറെ കടു ദാരിദ്ര്യത്തിലുള്ള സ്വഹാബത്തരൊട്ടിಗೆ കേക്കറെ അങ്ങ് ഓട്ട കൊമ്പറകു നിങ്ങൾ ഇഷ്ടപ്പെടുറാറാ ചന്ത കേക്കപ്പ നുഹിബ്ബു ദാലിക് ഞങ്ങൾ ഇഷ്ടപ്പെടുറെ നബിയേ പാ അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്തದ್ರ ಕಂಡೀಷನ್ ചെಂತ ಫಿ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിം നിങ്ങ അത് എടുക്കൊക്കെ പോകുമ്പോത്തുകു നിങ്ങ ಪರಸ್ಪರ ಯುದ್ಧಕ್ಕೋಗುತ್ತೀರ ಅಕ್ರಮಕ್ಕೋಗುತ್ತೀರ ಕುಟುಂಬ ಬಂಧ ಮುರಿಕಗುತ್ತೀರ ಕಾರಣ അങ്ങനമേ എടുക്കൊക്കെ സാധ്യ ಅವ್ರೆ ഇനറാല ലൂട്ടി ആക്കി എടുക്കണം അല്ലെങ്കിൽ എടുക്കൊക്കെ സാധ്യമല്ല അത്ര വിലയുള്ളതായ മൂല്യമുള്ളതായ ಒಂಟಾയി തിക്கிறது അതുകൊണ്ടു അങ്ങനെ എന്തു അക്രമാക്കിത്തു അതുപോലെ ഗലാട്ടാക്കിത്ത് ലൂട്ടിയാക്കിത്ത് എടുക്കൊടുത്തീര അങ്ങനെ പോയിട്ട് നിങ്ങൾ കൊമ്പർക്ക് ഇഷ്ടപ്പെടുറാറാ സ്വഹാബത്ത് ചെന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുറാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെൽറേ അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദി ഫയഅലമ ഔ യഖറഅ ആയതൈനി മിൻ കിതാബില്ലാഹ് നിങ്ങളെ കൂട്ടത്തിൽ പള്ളിക്ക് പോയിട്ട് 2 ആയത്ത് പഠിക്കണം ഔ യഖറ അല്ലെങ്കിൽ ഓതണം ഓതി എന്തായെങ്കിൽ ഖൈറുൽ ലഹു മിൻ നാഖതൈനി ഈ 2 നാക്കത്തരെ കാണ്ടി ಒಂಟರೆ കാണ്ടി ഖൈറായി തിക്റിച്ചಂತ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട് 2 ആയത്ത് ഓതി എന്തായെങ്കിൽ എത്ര പ്രതിഫല ചെന്ന് ലക്ഷക്കണക്കില് കോടിക്കണക്കില് മൂല്യമുള്ളതായ വസ്തു കിട്ടുന്നതിനെ കാണ്ടി ഖൈറായി തിക്റിച്ചಂತ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പടിപാട്ടി തണ്ട് ഇത് റമളാന്റെ തിങ്കളായി തിക്റ് 5-6 നാൾ ഞങ്ങളെ മുന്നൽ കടന്നു പോയിട്ട് എന്തൊരാക്കിര ഞങ്ങളെ കൊണ്ടു ഒരു ചേഞ്ചസ് ഉണ്ടായിര റമളാന് ബന്തു നക്കൊരു ചേഞ്ചസ് ആയിരു എൻ്റെ മനസ്സിಗೆ ഒരു മാറ്റമുണ്ടായിരു എൻ്റെ ഇബാദത്തിൽ ഞാൻ ചേഞ്ച് ആക്കിരെ എൻ്റെ ഖുർആൻ പാരായണത്തിൽ നക്ക് തെല്ല് മുന്നൽ ಇಂಪ್ರೂವ್ಮೆಂಟ್ ಆಕೋಗು ಸಾಧ್ಯ ಆಯಿರು ಚೆಂತ ಚೆಲ್ಲೋಗು ഞങ്ങളെ കൊണ്ടു സാധ്യ ആയിര സാധ്യ ആയവനുgu ഈ റമളാൻ ഉപകാരപ്പെട്ടു അല്ലാത്തവനുgu ഉപകാരപ്പെട്ടിട്ടില്ല സാധാരണ ബാക്കി തിങ്കൾ പോലെ ഈ റമളാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിക്ക് ഈമാൻ പോയിട്ടില്ല ചൈത്തിക്കർ അർത്ഥ മനസ്സിലാക്കൂലതായി തിക്കർ ഈ ഈമാൻ എത്തിത്തില്ല കാരണം റമളാൻ ಬಂತು പഠിക്കാത്തവನು മനസ്സിലാക്കാത്തവನು അല്ലെ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളേ
ഒരു തിങ്കളായി തിക്കരുത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായിട്ടുള്ള ഇറങ്ങിയതായ ഒരു തിങ്കളായി തിക്കർ. ഈ റമളാൻ തിങ്കൾ നമുക്ക് ഖുർആനുമായിട്ട് എന്ത് ബന്ധമുണ്ടായിരു? എത്ര വട്ട ഞങ്ങൾ ഓതിയ ഒരു ജുസു ഞങ്ങളെ കൊണ്ടു ഓതുക സാധ്യായിര. ഡെയിലി ഞങ്ങൾക്ക് ഓരോരോ ജുസു ഓതുക ഞങ്ങളെ കൊണ്ടു സാധ്യായിര. സാധ്യാവാത്തവನು വലിയ ഭാഗ്യം കെട്ടവനായി തിക്കർ ಅಂತ മനസ്സിലാക്കണു. എന്തായി തിക്കർ? വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിപാട്ടി തന്റെ അള്ളാഹു ഇറക്കിയതായ ഈ ഖുർആൻ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അള്ളാഹു ഖുർആൻ ഇറക്കിയത് ഞങ്ങളിൽ നിന്നുള്ള അജ്ഞതരെ ഇരുട്ടരെ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ച ലൈറ്റ് കാട്ടുകയായിട്ട് അള്ളാഹു ഖുർആൻ ഞങ്ങൾക്ക് അവതീർണമാക്കിയത്. ഞങ്ങളെ മനസ്സിക്ക് സമാധാനം ഉണ്ടാക്കുന്നതായി, ഞങ്ങളെ ടെൻഷൻ ഇല്ലാണ്ടാക്കുന്നതായി, ഞങ്ങളെ മനസ്സിലെ രോഗത്തെ ഇല്ലാണ്ടാക്കുന്നതായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് ഇറക്കി തന്നത്. അത് ഞങ്ങൾ എത്ര മനസ്സിലാക്കിയ ഒരു നാളുക ഒരു ആയത്തെങ്കിലും ഞങ്ങൾക്ക് പഠിക്കുക സാധ്യമില്ലാണ്ടായെങ്കിൽ നാണും ഖുർആൻ തമ്മിൽ എന്ത് ബന്ധായി തിക്കറ്. ഞങ്ങൾ ഓതിയിട്ടുള്ളതായ ഞങ്ങൾ നിസ്കരിച്ചിട്ടുള്ളതായ നിസ്കാരത്തിന് ഫാത്തിഹയുടെ അർത്ഥം പോലും നക്ക് മനസ്സിലാവില്ലാണ്ടായെങ്കിൽ നാനും ഖുർആൻ തമ്മിൽ എന്ത് ബന്ധ, നാനും മുസ്ലിം തമ്മിൽ എന്ത് ബന്ധായി തിക്കറ്. സഹോദരന്മാരെ പഠിക്കണം. ഞങ്ങൾക്ക് ചെല്ലറതായ ഇബാദത്തെടുക്കുന്നതായ നിസ്കാരത്തിൽ ബണ്ടതായ സൂറത്തും അതുപോലെ നിസ്കാരത്തിൽ ചെല്ലറതായ ദിക്റും അതിലെ അർത്ഥ ഞങ്ങൾ മനസ്സിലാക്കി തിക്കണു. ഇല്ലെണ്ടായെങ്കിൽ അവന്റെ ജീവന വേസ്റ്റ് ആയി തിക്കറ്. സഹോദരന്മാരെ അതുകൊണ്ടു വിശുദ്ധ ഖുർആന്റെ അനുയായി മാറാവണു. യാര ഇബാദത്താക്കുന്നു, യാര പാരായണാക്കുന്നു. സ്വഹാബത്തര ജീവനെടുത്ത് പരിശോധിച്ചിട്ടായെങ്കിൽ ഒരു നാളുക ഖുർആൻ ഓതി തീർത്തതായ ആൾമാറുള്ളാറ് ഒരു വാര കൊണ്ടുത്തു, 3 നാൾ കൊണ്ടുത്തു, 10 നാൾ കൊണ്ടുത്തു ഓരോ ഖുർആൻ ഖത്തം തീർത്തതായ ആൾമാറുണ്ടു. ഞങ്ങളെ കൊണ്ടുത്തു ഒരു തിങ്കളെങ്കിലും ഈ റമളാന്റെ തിങ്കളെങ്കിലും നക്ക് ഖുർആൻ പഠിക്കവും നക്ക് ഓതവും ഞങ്ങളെ കൊണ്ടുത്തു സാധ്യമാവുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ആൽമാര കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചന്ത് ഇനൊക്കെ നാ നിങ്ങളൊട്ടിಗೆ വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള പരിശുദ്ധ റമളാൻ തിങ്കൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയതായ ഏറ്റവും വലിയ സൗഭാഗ്യമായി തിക്കും. മനുഷ്യൻ്റെ ജീവനാചിലത് അത് പരിമിതമായി തിക്കും. ഏത് സന്ദർഭത്തിലും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകില്ലതായ അവസരമായി തിക്കറ്, സന്ദർഭമായി തിക്കറ് ദുനിയാവിലുള്ളേ. മനുഷ്യൻ്റെ ആയുസ്സുക്ക് തീരെ വിലയില്ല. ഒരു തന്നിലുള്ളതായ ഒരു പുല്ല പോലെ, ഒരു ബലൂൺ പോലെ ഏത് സമയത്തും പൊട്ടിപ്പോവാം. അത് പ്രായവ്യത്യാസമില്ല. അത് ബാലക്കാര നാനിപ്പന്തും മരണപ്പെടുന്നവനല്ല. നക്ക് നല്ല ആരോഗ്യമുണ്ടു, അതുകൊണ്ട് നക്ക് സമയമായിട്ടില്ല ചിലർ ആ ഒരു തീരുമാന വിശ്വാസിക്ക് ഉറക്കത്തും ഇക്കു തീരാ. ഞങ്ങളെ ആയുസ്സുക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. ഒരു സാധാരണ ഒരു ഇലക്ട്രോണിക് കമ്പനി തൻ്റെതായ അങ്ങനെ ഐറ്റംസ് കൊടുക്കുന്നതായ ഒരു ഗ്യാരണ്ടി പോലും മനുഷ്യ ജീവനക്ക് ഇല്ല ചെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് കിട്ടിയതായ ഒരു അവസര ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. അതുകൊണ്ട് ഉറക്കത്തും ഞങ്ങൾ ഈ സമയത്തെ വേസ്റ്റ് ആക്കുക തീരാ. മരണപ്പെട്ടതായ സന്ദർഭത്തിൽ ഞങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് കാര്യമില്ല. റബ്ബെ ഒരു നാളിനക്ക് യാറത്താ റബ്ബെ അതായി തിക്കറ് മനുഷ്യന്റെ പൽക്കതായി തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നതുപോലെ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു.
റബ്ബേ കുറഞ്ഞ ടൈം കൊണ്ട് റബ്ബേ ഇല അജലിൻ ഖരീബ് ഒരു തെല്ല ടൈം താ റബ്ബേ ഒരു നാളത്തെ ടൈം താ നന്നൊട്ടിಗೆ ಬೇರಾಯತ್ತರ ಸಂಪತ್ತೆಂತ ಪೈಸೆ ಅಂತ ನಾನು ಕೊಡುತ್ತಿಲ್ಲ നക്ക് ഇനിയും സമ്പാദിക്കണം വയസ്സായിര് മക്കളെല്ലാം ഉണ്ട് വേരായത്ര മക്കളുണ്ടു അങ്ങ് നയിച്ചു കൊമ്മണ്ടാർ ഇനിയും ആർത്തി തീരാത്ത മനുഷ്യന്മാർ പള്ളിಗೆ നിസ്കരിക്കുക ജമാഅത്തിಗೆ ಬರಾತ ಮನುಷ್ಯന്മാർ ഇബാദത്തെടുക്കുക ಬರಾತ മനുഷ്യന്മാർ കാരണ ബിസി ആയിത്തിക്കറ് ബിസിനസ് ഉണ്ടു വയസ്സായിട്ട് പ്രായമായെങ്കിലും ബുട്ടുമുടാത്ത ആൾമാറുള്ളാർ അള്ളാഹുര മാർഗത്തിൽ ചെലവാക്കാത്ത അള്ളാഹുര മാർഗത്തിൽ ഇബാദത്താക്കാത്ത വയസ്സായ ആൾമാർ മനസ്സിലാക്കണു പ്രായമായിട്ടുണ്ടു ഇത് എല്ലാവരും മനസ്സിലാക്കണം കച്ചവടമെല്ലത്തെല്ലാം ദൂരെ വെച്ചിട്ട് റമദാനിലെങ്കിലും യാര ഇബാദത്താക്കാച്ചത്ത് വിചാരിച്ചിട്ട് യാര ഇബാദത്താക്കുക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണോ ഇല്ലെങ്കിൽ മരണബണ്ടതായ സന്ദർഭത്തിൽ ഖേദിച്ചു പോവാർ റബ്ബേ ഒരു തെല്ല് ടൈം കണ്ട റബ്ബിർജിഊൻ ഒന്ന് മടക്കിതാ റബ്ബേ ഒന്ന് ഒരു ചെറിയ ടൈം കൊമ്പ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു ನಾನು വേസ്റ്റ് ആക്കി പോയതായ ബുട്ടതായ എത്ര ഇബാദത്തുണ്ടു സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല ഖുർആൻ ഓതിത്തില്ല ബാക്കിയുണ്ടു ദിക്റാക്കിത്തില്ല ബാക്കിയുണ്ട് റബ്ബേ അതുകൊണ്ട് തെല്ല് ടൈം കൊമ്പ ನಾನು ഏറ്റവും നല്ല അമലാക്കിത്ത് ബണ്ട റബ്ബേ ഒരു അല്പ ടൈം കൊമ്പ ചെല്ലുമ്പൊത്തുകൂ അല്ലാഹു സുബ്ഹാനഹു തആല കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ ഇത് എല്ലാ മനുഷ്യന്മാരും ചെല്ലൊരു പൽക്കമായി തിക്കറ അത്തരത്തിലുള്ള ആൾമാര കൂട്ടത്തിൽ അങ്ങ് ആവുകത്തീരാ എല്ലാവരും ചെല്ലറ പൽക്കായി തിക്കരുത് ഇതവന്റെ പൽക്കായി തിക്കരുതെಲ್ಲ ടൈം ಕೊಂಡ റബ്ബേ ನಾನು ಹಾಕ್ರಂಟು ದುನಿಯಾವುಲು ಇತ್ತರ ಸಮಯ ಕೊಡ್ತಿತ್ತು ಈ ಒಂದು ಆಯುಸ್ಸು ಕೊಡ್ತಿತ್ತು ಅವನಿಗೂ ചെലവാക്കുക ഇല്ല ഇബാദത്താക്കുക ഇല്ല അവസാന മരണപ്പെട്ടതായ സന്ദർഭത്തിൽ ഒരു 4 ടൈം കൊണ്ട് റബ്ബേ തെല്ലുകുമ്പ ನಾನು ಸಾಲಿಹಾವರೆ ನನ್ನ ಸಂಪತ್ತರ ನಾನು ಚೆಲವಾಕರೆ ಅಲ್ಲಾಹರ ಮಾರ್ಗದಲ್ಲಿ ಚೆಲವಾಕರೆ ಅವನಿಗೂ ಕೊಡ್ಕರೆ ಓಣಿಗೂ ಕೊಡ್ಕರೆ ಚಂತ ಮರಣ ಬಂದ್ಬತ್ತು ಚಂತ കാര്യമില്ല അല്ലാഹു ചിന്തേ അതുകൊണ്ടു കിട്ടിയതായ ഈ സന്ദർഭ മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുള്ള ചെന്നതുപോലെ മനുഷ്യന്റെ ആയുസ്സിൽ 3 നാളുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയ 3 നാളുണ്ടു അത് ഒന്ന് ഇന്നലായിത്തിക്കറ് അത് കഴിഞ്ഞുപോയ വിഷയ ഇന്നലെ ನಾನು കൊടുത്തില്ല ഇന്നലെ ನಾನು തോന്നിവാസിയായിട്ടില്ല ഇന്നലെ ನಾನು ഇബാദത്താക്കിത്തില്ല ഇന്നലെ ನಾನು ഓതിത്തില്ല കഴിഞ്ഞ 6 നോമ്പ് കഴിഞ്ഞു പോയിട്ട് 5 നോമ്പ് കഴിഞ്ഞു പോയിട്ട് ನಾನು ഇബാദത്താക്കിത്തില്ല ഇനിയും ടൈമുണ്ട് നിൽക്കുക അവസരമുണ്ട് അല്ലേ രണ്ടാമത്തെ നാളായിത്തിക്കറ് 4ರ ವಿಷಯ 4 ಹೋದನ್ ನಾಳೆಗಾಯ್ತಿಕ್ಕರೆ ನಾಳೆ ನಂಗೆ ಚೆಲ್ಲಗೂ ಸಾಧ್ಯ ಇಲ್ಲ ನಾಳೆ ನಂಗೆ ಈ ಲೋಕತ್ತು ಉಲ್ಲಾನೋ ಅಂತ ಇಲ್ಲೇ ಚಂತ ಚೆಲ್ಲಗೂ ಸಾಧ್ಯ ಇಲ್ಲ അതുകൊണ്ട് ಅದರ ವಿಷಯത്തിൽ ടെൻഷൻ ആവണ്ട ಅಲ್ಲಿ ಯೌം ಇಂಡ್ ನಿಕ್ಕೆ കിട്ടിರು മൂന്നാമത്തെ നാല് ಇಂಡಾಯ್ತಿಕ್ಕರು ഈ റമദാൻ നിക്ക് കിട്ടിರು ಇಂಡത്തെ നാല് കിട്ടിರು നാളത്തെ നീ ചിന്തന ಹಾಕಂಡ ഇന്നലത്തെ ചിന്തന ಹಾಕಂಡ കഴിഞ്ഞ 6 നോമ്പുലക്ക് ഇബാദത്ത് ആക്കുക ആയിത്തില്ല എന്ന് ಬೇಜಾರಾവണ്ട കഴിഞ്ഞ 6 നോമ്പുലക്ക് നിസ്കരിക്കുക ഇല്ല തറാവി നിസ്കരിക്കുക ആയിത്തില്ല ಬೇಜಾರಾവണ്ട ಇಂಡ್ നിന്റെ ടൈം ഉണ്ടു ಇಂಡ್ നിക്ക് അവസരമുണ്ട് അതുകൊണ്ടു ಇಂಡത്തെ നാല് നീ ഉപയോഗമാക്കുന്ന ചിന്ത മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പടിപാടുന്നുണ്ട് അതുകൊണ്ട് ನನ್ನ സഹോദരന്മാരെ ടൈമു ഒർക്കൊത്തും നിങ്ങൾ വേസ്റ്റ് ആക്കുകുതീര റമദാന്റെ തിങ്കളായിത്തിക്കറ് ഒരു നിലക്കും വേസ്റ്റ് ആവുകുതീര അങ്ങനെ വേസ്റ്റ് ആക്കുറവന് റമദാന്റെ മൂല്യം മനസ്സിലാക്കാമാറ് ഇബാദത്താക്കാമാറ് ചെയ്യിക്കുറവന് ഏറ്റവും വലിയ ദൗർഭാഗ്യവാനായിത്തിക്കറ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ ശർറുന്നാസ് ആൽമാര കൂട്ടത്തിൽ ഏറ്റവും ബെടക്കായവനും ഏറ്റവും മോശപ്പെട്ടവനും മൻ ത്വാല ഉമൂറു അവനക്ക് ആയുസ് കിട്ടിയത് സന്ദർഭ കിട്ടിയത് അവസര കിട്ടിയത് അമലു അവന്റെ അമല് ശരിയായില്ല അവന്റെ അമലില്ല അവനു അമല് മോശപ്പെട്ടു പോയി ഒരു അമലുമില്ല അവൻ അമലല്ല ഉണ്ട് ദുനിയാവുക വേനായിത്തിക്കറു ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ ചമ്മ അമലുണ്ട് ഓടുക പരലോകത്തുകുള്ള അമല ഉണ്ടൊട്ടികയില്ലേ ദുനിയാവുക വേനായിട്ട് ജീവിക്കുക വേനായിട്ട് അമലുണ്ടവട്ടെ അത്
പ്രയോജനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, കിട്ടിയതായ ഈ ഒരു റമദാൻ അത് അല്ലാഹുക്ക് ഇബാദത്ത് ആക്കുക ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ ശ്രദ്ധിക്കണോ. അതുപോലെ എൻ്റെ സഹോദരിമാരൊട്ടിക്ക് ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഞങ്ങളെ പെണ്ണിങ്ങമാർ ഗൗത്തുലുള്ളി സഹോദരിമാർ വലിയ കഷ്ടത്തിലായിട്ടിക്കറ്. ആണിങ്ങളെ കാട്ടിയാറെ കഷ്ടമുണ്ട് ഞങ്ങൾക്ക്. ഔത്തുലു ഫുഡാക്കുന്നത് അതൊരു ചില്ലറ വിഷയമല്ല. ഫുഡാക്കണു, നോമ്പിടിച്ചതായി ആൾമാർക്ക് ഫുഡാക്കി കൊടുക്കുന്നത് അത് വലിയ പുണ്യമുള്ള കാര്യമായി തിക്കറ്. അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ഏറ്റവും നല്ല കാര്യമായി തിക്കറ്. അതിരെ ഇടയിലും അങ്ങ ഇബാദത്താക്കുക മറക്കുക തീര. അങ്ങനെ കൊണ്ടുത്തു ശരീര കൊണ്ടുത്തു ആവുള്ളെങ്കിൽ നാവ് കൊണ്ടെങ്കിലും നമുക്ക് ദിക്റാക്കി ഉണ്ടിക്ക അല്ലെ. ഓരോ സന്ദർഭത്തിലും ഫുഡാകുമ്പോഴത്തേക്കും കിച്ചണിലില്ലെങ്കിലും അത് പ്രത്യേകമായിട്ടില്ല ഉള്ളെടുത്ത് തെക്കോണ്ടില്ല. അള്ളാഹുരെ ദിക്റാക്കുക, അള്ളാഹുരെ സ്മരണാക്കുക പ്രത്യേകമായിട്ടില്ലേ ഉളു എന്തെടുക്കേണ്ട ആവശ്യകതയില്ല. എപ്പോഴും ദിക്റാക്കി ഉണ്ടിക്ക, അതിൽ നിന്ന് പുണ്യം കരസ്ഥമാക്കാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പടിപാടി അല ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, ഏറ്റവും നല്ല അമൽ ഞാൻ നിങ്ങൾക്ക് ചിന്തട്ട. അല്ലാഹുവിന്റെ മുട്ട ഏറ്റവും സംസ്കാരമുള്ളതായ ഇസ്സത്തുള്ളതായ പൽക്ക അമൽ ഞാൻ ചിന്തട്ട. ബംഗാറും വെള്ളിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നതിനെ കാട്ടി ഖൈറായത്തുള്ള പൽക്ക അമൽ ഞാൻ നിങ്ങൾക്ക് ചിന്തട്ട. യുദ്ധത്തിൽ പോയിട്ട് യുദ്ധാക്കുന്നതിനെ കാട്ടി ഖൈറായത്തുള്ളേ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് ചിന്തട്ട എന്ന് ചിന്തന്റെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ദിക്റുല്ലാഹ്, അല്ലാഹുവേ ദിക്റാക്കണം. അതുകൊണ്ടൊത്തു എൻ്റെ സഹോദരിമാർക്ക് ടൈമില്ല ചെന്ന് ബേജാറാവണ്ട. കിച്ചണിൽ ദച്ചിത്തും പണിയെടുക്കുമ്പോത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനത്തെ എത്ര ദിക്റുണ്ട് അതിനങ്ങ ദൈനംദിനമായിട്ട് ചൊല്ലുമൊത്തുകൂ വലിയ ഒരു മുതൽ കൂട്ടായി തിക്കറ് ഞങ്ങൾക്ക് കിട്ടൊക്കെ പോണ്ടേ, വലിയ ഒരു പ്രതിഫലമായി തിക്കറ് കിട്ടൊക്കെ പോണ്ടേ. അതുകൊണ്ട് ഞങ്ങളെ ടൈം മുറേ വേസ്റ്റ് ആക്കുക തീര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു റമദാന്റെ ഏറ്റവും നല്ല പുണ്യത്തിൽ നോമ്പെടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരിമാർക്ക് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ടെത്തു കഷ്ടപ്പെടരുതായ എത്രയോ സഹോദര സഹോദരിമാരുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ സഹോദരന്മാർ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയിരാറ്, മരണപ്പെട്ടു പോയിരാറ്. ഞങ്ങളെ അപ്പവുമ്മ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ രായത്തങ്ങ, ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ. അതുപോലെ റമദാന്റെ ദിനരാത്രി ചെന്നത് പുണ്യമുള്ളവർ നാലായി തിക്കറ്. അതുകൊണ്ടൊത്തു ജക്കാത്ത് വിഷയ സ്വതക്കർ വിഷയ ഞങ്ങൾ യാരെ പരിഗണിക്കണം. പാവപ്പെട്ടതായ എത്രയോ ആൾമാറുള്ള കഷ്ടപ്പെടുന്നതായ ആൾമാറുള്ള അങ്ക് ഞങ്ങൾ സ്പന്ദനാക്കണം. അതുപോലെ പ്രത്യേകമായിട്ട് ചെല്ലുകൊല്ലേ ഞങ്ങളെ പല്ലിരെ പണി ഫിനിഷായിട്ടുണ്ടു, ബാക്കിയുണ്ട്, ഇനിയുമുണ്ട് അല്ലേ. ജാരിയായ സ്വതക്കായിട്ടൊക്കെ ഞങ്ങൾക്കൊന്നുണ്ട്. ഞങ്ങൾ മരിച്ചുണ്ടായെങ്കിലും ഇത് പ്രതിഫല കിട്ടുന്നതായ ഒരു പുണ്യകർമ്മമായി തിക്കറ്, ജാരിയായ സ്വതക്കായി തിക്കറ്. അതുകൊണ്ടൊത്തു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഈ പല്ലികൾ കുറേ പണിയല്ല ബാക്കിയുണ്ട്, ഫിനിഷിംഗ് ആവുകൊണ്ട്. അതുകൊണ്ടൊത്തു ആ കൊടുക്കുന്നതായ ആൾമാർ ഇവിടുത്തെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ കൊടുക്കണം. അത് വലിയ പ്രതിഫലമുള്ള വിഷയമായി തിക്കറ്. അതുപോലെ പല്ലിര ഖർച്ചുണ്ട്, പല്ലിര കലക്ഷനുണ്ട്. അതും നിങ്ങൾ യാരെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ പള്ളിക്ക് സഹായിച്ചതായ വലിയ ഒരു എമൗണ്ട് കൊടുത്തു എല്ലാ രൂപത്തിലും സഹായിച്ചതായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ചെല്ലുന്ന ആഗ്രഹിക്കില്ല. അയാളെ അബ്ബമ്മകവേനായിട്ട് പ്രാർത്ഥിക്കുക ചെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ അബ്ബമ്മക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഖബർ ജീവന അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ബർസഖിയായിട്ടുള്ള എല്ലാ ജീവന അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.